ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എമ്പുരാൻ ഇറങ്ങാൻ പോവുകയാണ്. 27-ാം തീയതി തന്നെ 6 മണിക്ക് തന്നെ എല്ലാവരും കാണാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ കുറച്ച് പേർക്കൊന്നും കാണാൻ പറ്റില്ല. എന്നെ പോലുള്ള കുറച്ച് പേർക്ക് 6 മണിക്ക് കാണാൻ പറ്റില്ല, കാരണം ടിക്കറ്റ് ഇല്ല. 6 മണിക്ക് തിരുവനന്തപുരത്ത് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥയാണ്. കാരണം 6 മണിക്കുള്ള ഷോ പോലും കുറേ നേരത്ത് ചാർട്ട് ചെയ്തിട്ടില്ല. കാരണം അത് ഫാൻസുകാർ ബുക്ക് ചെയ്ത് ഓൾറെഡി അത് ടിക്കറ്റ് ഇല്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 9:30-ക്കൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. 6 മണിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ 9:30-ക്ക് വേണ്ടി കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം 9:30-ക്കും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും ബുക്കിംഗ് ആണ്. എന്നാലും എവിടെയെങ്കിലും തെറ്റിദ്ധരിച്ചും സീറ്റ് എവിടെയെങ്കിലും 1-2 കിട്ടാതിരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എമ്പുരാനകത്ത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 30 മിനിറ്റ് കൂടുതലും ഹിന്ദി ആയിരിക്കും അതിനകത്ത് സംസാരിക്കുന്നത്. ഭാഷയായിട്ട് വരുന്നത് ഹിന്ദി ആയിരിക്കും കൂടുതലും. ബോംബെ അങ്ങനെയുള്ള അവിടെ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ടും നോർത്ത്, അതായത് ഹിന്ദി ഭാഷയിലായിരിക്കും ആദ്യത്തെ 30 മിനിറ്റ് കണ്ട ഹിന്ദി സിനിമ പോലെ തന്നെ തോന്നും എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പക്ഷേ അവർക്ക് ടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ അവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായതാണ്. ഈ ലാംഗ്വേജ് പ്രശ്നം അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എമ്പുരാൻ ഇറക്കുന്ന സമയത്ത് അവർക്ക് ഭാഷയിലുള്ള ആ ഒരു പ്രശ്നം അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. ഒന്നീ അത് മലയാളത്തിലോട്ട് വരുമ്പോൾ മാത്രം, മലയാള ഡബ്ബിങ്ങിൽ മാത്രം ഈ നമ്മൾ ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിലും അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞു പോകുന്ന രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഹിന്ദിയിൽ പക്ഷെ അവർ ആ ഒരു മലയാളത്തിലോട്ട് ഉള്ള സംസാരം മാറ്റിയിട്ട് ഫുൾ ഹിന്ദിയിലോട്ടാക്കും. എന്നാൽ മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് അവർ ഹിന്ദി ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന സമയത്ത് മലയാളത്തിൽ മനസ്സിലാകത്തക്ക രീതിയിലുള്ള പരിഭാഷ ശബ്ദത്തിലൂടെ തന്നെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സബ് ടൈറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ശരിയാകുമെന്നുണ്ട്. പക്ഷെ അവരത് മിക്കവാറും അത് ശബ്ദത്തിലൂടെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് മലയാളികൾക്കും കൂടെ കൺവിൻസ് ആവണ്ടേ. മലയാളികൾക്ക് എത്ര പേർക്ക് ഹിന്ദി അത്രത്തോളം മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ബാരിയർ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതൊരു 30 മിനിറ്റ് നമുക്കതൊരു ഹിന്ദി സിനിമയായിട്ട് തോന്നണമെന്നില്ല. ടോട്ടലി അത് ചിലപ്പോൾ ഒരു ഹിന്ദി സിനിമ പോലെ തോന്നുമായിരിക്കാം, പക്ഷെ അത് ഹിന്ദിക്കാർക്കാണ്. കാരണം അത് നമുക്ക് ഹിന്ദിയിൽ സംസാരിക്കുന്നെങ്കിൽ പോലും അത് മലയാളത്തിലോട്ട് അവർ ഡബ്ബിങ് ചെയ്ത് ചെറിയ രീതിയിലാക്കി തരുന്ന ഒരു കാര്യമായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ സിനിമയുടെ ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 500 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്രത്തോളം പ്രൊമോഷനും അവർ ബോംബെയിലൊക്കെ വെച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ പാൻ ഇന്ത്യയാണ് അവരുടെ ലെവൽ, പാൻ ഇന്ത്യയാണ് അവരുടെ റീച്ച് കിട്ടേണ്ടത്. അവർക്കത് കിട്ടിയാൽ പിന്നെ ഒരു സൈഡിൽ നിന്ന് കത്തി തുടങ്ങും. ഇത് KGF ഇവിടെ KGF വന്നിട്ട് കന്നഡയിൽ നിന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ക്ലിക്കായ സിനിമ KGF. അതുപോലെ ചിലപ്പോൾ മലയാളത്തിൽ നിന്നും വേറെ അന്യഭാഷകളിൽ ക്ലിക്കാവാൻ പോകുന്ന ആദ്യത്തെ സിനിമയായിരിക്കും എമ്പുരാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ എന്ന് പറയാൻ ഒരു മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ ക്ലിക്കായിട്ടുണ്ട്, പിന്നെ പ്രേമലു പോയിട്ട് അവിടെ തെലുങ്കിൽ ക്ലിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലായിടത്തും ഒരേപോലത്തെ രീതിയിൽ കത്തിരിക്കുന്ന ഒരു സിനിമയാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ സിനിമയിൽ ഒരു റെക്കോർഡ് മറികടക്കാൻ തന്നെ ഒരു 10 വർഷമെങ്കിലും എടുക്കുമെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ സംഭവിക്കും. കാരണം അത്രത്തോളമാണ് ഈ സിനിമയുടെ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടുക. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൂസിഫറിൻ്റെ റിലീസ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിപുലമായിട്ടാണ് റിലീസ് വെച്ചത്. കാരണം തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ഷോ ഉണ്ടായിരുന്നു. 20-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് യാതൊരു മനുഷ്യനും ബുക്ക് ചെയ്തിട്ടില്ല. അതിനകത്ത് എല്ലാം പച്ച കളഞ്ഞ് കിടക്കായിരുന്നു. ഞാൻ കൊച്ചിയിൽ നോക്കി, എല്ലാം പച്ച കളഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ അത് എന്താണ് അങ്ങനെ ആൾക്കാർ അത് കാണാൻ പോകാത്ത? ഞാനും പോയിട്ടില്ല. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മളുടെ വിരൽത്തുമ്പിലുള്ള സിനിമയാണ്. നമുക്ക് വേണമെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും റീവിസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള സിനിമയാണ്. അത് നമുക്ക് ടെലിഗ്രാമിലൂടെയും ബാക്കിയുള്ള ആമസോൺ പ്രൈമിലാണെങ്കിലും ആ സിനിമ ഉണ്ട്. അപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ ആ സിനിമ നമുക്ക് ആർക്കും തിയേറ്ററിൽ പോയി കാണണമെന്നുള്ളൊരു ഇതില്ല. കാരണം സിനിമ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പിന്നെ നമുക്ക് അത് ഒരു പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന് ചെയ്തിട്ട് തന്നെ 4-5 വർഷമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ഒന്നും കൂടെ കാണണമെങ്കിൽ പോലും അത് നമുക്ക് മൊബൈലിലൂടെയോ TV-യിലൂടെയോ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടായിരിക്കും ആൾക്കാരത് കാണാൻ പോകാത്തത്. പക്ഷെ അത്രയും അവർക്ക് അത് ആ റിലീസ് വാക്കൻ്റായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് ഇവർ വിക്രം ഇറങ്ങിയ സമയത്ത് കൈദി റിലീസ് ചെയ്തതുപോലെയാണ് ഇവരത് ചെയ്തത്. പക്ഷേ അത് വലിയ വിജയം കണ്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത്, ഞാൻ ആ സമയത്ത് ബുക്കിംഗ് ഒക്കെ നോക്കി. ബുക്കിംഗ് ഒരു ഇതുമില്ല. ആകെ ഏതോ ഒരു തിയേറ്ററിൽ 2-3 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള, അല്ലാതെ ഒരു സീറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ലാത്തൊരു സിനിമയായിട്ടാണ് ഈ ലൂസിഫറിൻ്റെ റിലീസ് ഞാൻ കണ്ടത്. പക്ഷെ അത് ഒരിക്കലും എമ്പുരാനെ ബാധിക്കില്ല. കാരണം ഈ ലൂസിഫർ എന്ന് വെച്ചാൽ കണ്ട സിനിമയാണ് ആളുകളെല്ലാവരും. അതുകൊണ്ട് പിന്നെ അവർ കാണാൻ നിൽക്കില്ല. പക്ഷെ എമ്പുരാൻ എന്ന് പറയുന്നത്
ലൂസിഫർ കണ്ട് ആ ഒരു ഹരത്തിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം പകുതി എന്താവും എന്നുള്ളൊരു അത്ഭുതകരമായിട്ടുള്ളൊരു ആശങ്കയിൽ നിൽക്കുകയാണ് മലയാളികൾ. അപ്പം എല്ലാവരും കാത്തിരിക്കുന്നതിന് തെളിവാണ് നമുക്കിപ്പോൾ എന്താ ബുക്ക് മൈ ഷോയിൽ നമുക്ക് ബുക്ക് മൈ ഷോ പോലും ഹാങ് ആവത്തക്ക രീതിയിലാണ് അതിൻ്റെ ബുക്കിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്നും ഒരു പുതുചരിത്രം എഴുതുവാൻ വേണ്ടിയാണ് എമ്പുരാൻ വരുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ നന്ദി, നമസ്കാരം.